നേപ്പാളിൽ ആഭ്യന്തര കലാപം രൂക്ഷം. രാജ്യഭരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ കലാപം നടക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും രാജവാഴ്ച അനുകൂലികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 പേർ കൊല്ലപ്പെട്ടു, 45 പേർക്ക് പരിക്കേറ്റു. അശ്വതി ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. അശ്വതി, ഈ രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്നതിനോടൊപ്പം തന്നെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള ആവശ്യം കൂടി പ്രതിഷേധക്കാർക്കുണ്ട്. ഈ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയുടെ നേതൃത്വത്തിൽ കുറച്ചധികം നാളുകളായി നേപ്പാളിൽ ഈ നിലയിലുള്ള സ്ഥിതിഗതികൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും രൂക്ഷമായ വാർത്തകൾ കൂടി വരുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? രാജഭരണം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടാണ് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ കലാപം നടക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും രാജവാഴ്ച അനുകൂലികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ 100ഓളം വീടുകളും വാഹനങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കാഠ്മണ്ഡുവിലും സമീപ പ്രദേശങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ. 2024 ഏപ്രിൽ മാസം മുതൽ ഭരണഘടനാപരമായ രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നും രാജ്യത്തെ ഹിന്ദു രാജ്യമാക്കി മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ നേപ്പാളിൽ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇത് തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. 2008 239 വർഷമായിട്ട് തുടർന്ന് വന്നിരുന്ന രാജവാഴ്ച നേപ്പാളിൽ നിർത്തലാക്കിയിരുന്നത്. അതിനുശേഷം നേപ്പാളിൽ ഫെഡറൽ റിപ്പബ്ലിക് നിലവിൽ വന്നു. വലതുപക്ഷ അനുകൂല പാർട്ടിയായ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയാണ് ഹിന്ദുരാജ്യം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പിന്നിൽ. അസിത. ശരി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. രാജവാഴ്ച തിരികെ കൊണ്ടുവരണം, ഹിന്ദു രാഷ്ട്രമാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നേപ്പാളിൽ അതിരൂക്ഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നത്.